ഹലോ എവരിബഡി, നിങ്ങൾ ഡയബറ്റിക് ആണോ? നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഡയബറ്റിക് ആദ്യം ഒരു ടാബ്ലറ്റിൽ നിന്ന് തുടങ്ങി, അത് കഴിഞ്ഞിട്ട് 2 ടാബ്ലറ്റിലൊക്കെ ആയി, അത് കഴിഞ്ഞ് 5 ടാബ്ലറ്റിലൊക്കെ ആയി, അത് കഴിഞ്ഞ് 10 ടാബ്ലറ്റിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് പറയും ഡോക്ടേഴ്സ്? മെറ്റ്ഫോർമിൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയും. അത് കഴിഞ്ഞ് DPP-4 ടാബ്ലറ്റിലോട്ട് സജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും സൾഫ്യൂരിയസ് യൂറിയയിലേക്ക് നിങ്ങളുടെ മെഡിക്കേഷൻ എത്തിയിട്ടുണ്ടെന്ന് പറയും. ഇങ്ങനെ കുറച്ച് കാലങ്ങൾ പോയി കഴിയുമ്പോൾ പിന്നെ പറയും ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇൻസുലിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് എന്ന് പറയും. ഇതാണ് നാച്ചുറലി എല്ലാ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെയും അവസ്ഥ. മെഡിക്കേഷന് പ്രോഗ്രസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇതിന്ന് പുറത്തേക്ക് വരാനെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ റിവേഴ്സിനെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് മെഡിക്കേഷൻ കൂടിയോണ്ട് തന്നെയാണ് ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇമ്പാക്ട് ചെയ്യും നിങ്ങളുടെ മേജർ ഓർഗൻസിനെ എല്ലാത്തിനെയും. ലൈക്ക് കിഡ്നീനെ ബാധിച്ചു തുടങ്ങും, അത് കഴിഞ്ഞിട്ട് ഹാർട്ടിനെ ബാധിച്ചു തുടങ്ങും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങും. ഇങ്ങനെ പലതും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് എന്താണ് ഇതിന് സൊല്യൂഷൻ എന്ന് നിങ്ങൾ അപ്പം ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മെഡിസിൻസ് ഫ്രീ ലൈഫും ഡയബറ്റിക് ഫ്രീ ലൈഫിലോട്ടും എത്താൻ സാധിക്കില്ല. അപ്പോൾ ഇതിന്റെ റിവേഴ്സലിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. ഇവിടെയാണ് ശ്രീവർഷ R, ഞാനൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ന്യൂട്രീഷനിസ്റ്റ് ആണ്, ഒരു വെബിനാർ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഡയബറ്റിക് റിവേഴ്സലിനെ പറ്റി. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡിഫൻസീവ് പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. താങ്ക് യു.